വീഴ്ച സംഭവിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, രാവിലെ കൊണ്ടുപോയ കുട്ടിക്ക് 1 മണിക്ക് ശേഷം കുട്ടി ക്ഷീണിച്ചിട്ടും അവരതിന് വേണ്ട പരിചരണമോ ഒന്നും നൽകിയിട്ടില്ല. 2:30-ക്ക് ശേഷം 2:30-3 മണിയുടെ സമയത്തോടു കൂടി ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ ഒന്ന് വഴക്ക് പോലെ സംസാരിച്ചതിന് ശേഷമാണ് ഡ്രിപ്പ് ഇട്ടത്. 3:30-ക്ക് ശേഷം ആംബുലൻസ് വിളിച്ചിട്ട് 4 മണിക്കാണ് ആംബുലൻസ് എത്തിയത്. നമ്മൾ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ കോളേജിൽ നിന്നല്ല മരിച്ചത്, കുട്ടി വഴിയിൽ നിന്നാണ് ഡെത്തായിട്ടുള്ളതെന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് ഞാൻ പൾസ് നോക്കിയതാണ്. ആ സമയത്തും കുട്ടിക്ക് പൾസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തുന്ന കുറച്ച് മുന്നെയാണ് കുട്ടി ഡെത്തായി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഡെത്ത് സർട്ടിഫിക്കറ്റിനും നമ്മൾ പിന്നാലെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും കാലം നമ്മൾ ഇപ്പോൾ 2 മാസം, ഇന്നത്തേക്ക് 15ആയി, 2 മാസമായി നമ്മൾ അന്വേഷിച്ചതിൽ കിട്ടിയത് കുട്ടിക്ക് അമീബിക്കുന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. നമ്മൾ ഈ മാധ്യമപ്രവർത്തനങ്ങളോട് എല്ലാവരും ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോട് സംസാരിച്ച അമീബിക്കാണ് കുട്ടിയുടെ മരണകാരണം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് തന്നതെന്നാണ്, മെഡിക്കലിൽ നിന്ന് പറഞ്ഞതെന്നാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ നേരിട്ട് പോയി ഫോറൻസിക് ഡോക്ടറെ അടുത്തും അവിടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അമീബിക്കല്ല, കുട്ടിക്ക് അമീബിക്കില്ല. ഒരാഴ്ച മുന്നേ നമ്മൾ ഈ 2 ആഴ്ച ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്. അപ്പോൾ അവർ പറയുന്നത് കുട്ടിയുടെ ഒരു തലച്ചോറിൻ്റെ ഒരു റിസൾട്ട് വരണ്ടാകും കൂടി വന്നാലേ അമീബിക്കാണോ അല്ലേന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ പോയി അന്വേഷിച്ച് ഇന്നലെ മിനിയാന്ന് പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, റിസൾട്ട് അമീബിക്കല്ല കുട്ടിക്ക് വന്നത്, കുട്ടിക്ക് വെറും പനി ബാധിച്ച് കയ്യിൽ നിന്ന് പോയതാണ് കുട്ടി. അത് നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഇത് ഹസ്ബൻഡ് ഡോക്ടറെ കയറി സംസാരിച്ചാണ്. അത് ഏത് ഡോക്ടറെ എനിക്ക് ഞാൻ പുറത്തിരിക്കായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് വന്നപ്പോൾ പറഞ്ഞാണ് അതെ കോളേജിൽ നിന്നാണ്, കോളേജിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ഭാഗത്തു നിന്നാണ് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന് ഇത്രയും ഈ ഒരാഴ്ച അദ്ദേഹം ഭയങ്കര ഡിസ്റ്റർബാണ്. പ്രധാന കാരണം ഇതാണ്, നമ്മൾ ഈ 2 മാസം എപ്പോഴും നമ്മൾ സമാധാനിച്ച് നമ്മൾ സാധാ ജീവിതത്തിലേക്ക് പോയോണ്ട് നിൽക്കായിരുന്നു പിള്ളേരെയും കൂട്ടിയിട്ട്. ഇതാണല്ലോ അമീബിക്കാണല്ലോ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇപ്പോൾ അതും കൂടി അല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് നമ്മൾ സമാധാനിക്കും നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ? അല്ല, മസ്തിഷ്ക ജ്വരം അങ്ങനെയാണ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഡോക്ടർ? അമീബിക്കല്ല, മസ്തിഷ്ക ജ്വരം, പനി ബാധിച്ചാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കാരണം ആണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നു? 10 മണിക്ക് കൊണ്ടുപോയി കുട്ടി 1 മണിക്ക് റിസൾട്ട് പറഞ്ഞിട്ട് അവർക്ക് ആ കുട്ടിക്ക് വേണ്ടി ബാക്കി ഒരു പരിചരണം നടത്താൻ പറ്റിയില്ലെങ്കിൽ അതിപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ രാവിലെ 10 മണിക്കാണോ മോളെ കൊണ്ട്? അതെ, എൻ്റെ അടുത്ത് ആ കുട്ടീൻ്റെ ഇതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത് കുട്ടീൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലീഗലി കിട്ടിയില്ലായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരാഴ്ച നടന്നതിൽ അവിടുന്ന് കുട്ടീനെ രാവിലെ കാണിച്ചതിൻ്റെ കോപ്പി ഉണ്ടാവില്ല, അത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ക്ലിയർ ആയിട്ടുണ്ട്. 10:30-ക്കാണ് കുട്ടീനെ OP ഞാൻ കൊണ്ടുപോയി കാണിച്ചതും കുട്ടീൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളത്, കുട്ടീനെ കാണിച്ചു എന്നുള്ളത്, OP മെഡിസിൻ ഫസ്റ്റത്തെ ഡോക്ടർ നോക്കിയിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ളത്. പിന്നെ അവർ ബാക്കി 1 മണി വരെ റിസൾട്ടിൻ്റെതും പിന്നെ സ്ട്രിപ്പ് വെക്കുന്ന കാര്യങ്ങളൊക്കെ 1 മണി വരെ ചെയ്തതൊക്കെ അതിലുണ്ട്. പിന്നെ അതിന് ശേഷം കുട്ടീനെ ആംബുലൻസിൽ കയറ്റുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുന്നെയാണ് കുട്ടീൻ്റെ ബാക്കി രേഖകളൊക്കെ അവർ പാരസെറ്റമോളുടെ മെഡിസിനൊക്കെ ആരാര ഗുളിയാന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല. ഞാൻ എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഇത് കിട്ടിയ സമയത്ത് ഞാൻ നോക്കി, ഇതൊന്നും ആ സമയത്ത് എഴുതിയിട്ടില്ല. അവൾക്ക് മെഡിസിനേ എഴുതിയിട്ടില്ലായിരുന്നു, പാരസെറ്റമോൾ ഒന്നും എഴുതിയില്ല. ഇത് നമ്മളെ ഇവിടുന്ന് അവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർമാർ എഴുതിയതാണ്. അത് പിന്നെ ഞാൻ കണ്ടപ്പോൾ അയ്യോ എനിക്കിത് ഓർമ്മയില്ല, ഇത് അവർ എഴുതിയിട്ടില്ല എന്നുള്ള ഒരു നല്ല നിലപാട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, നല്ല ഓർമ്മയുണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള. എനിക്കിപ്പോൾ തന്നെയാണോ ഇത്തരത്തിൽ? അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സാധാ ഒരു കുട്ടീനെ, നമ്മുടെ കുട്ടീനെ പനി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഡോക്ടറെ എന്തോ നോക്കില്ലല്ലോ, നോർമലി നമ്മൾ കാണിക്കുക പിള്ളേർക്ക് മെഡിസിൻ പരാതി നമ്മൾ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഇപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡിലേ അങ്ങനെ ആവുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വരാത്തത്, അതൊക്കെ വന്നിട്ടായിരിക്കും ബാക്കി ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ വരാമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് സൂപ്രണ്ട്. ഈ ഭർത്താവ് മാനസികമായി തകർന്നു എന്ന് പറയുന്നത് ഈ മരണകാരണം അമീബിക്കല്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ്? അതെ, അദ്ദേഹം വളരെ ഡിസ്റ്റർബായിരുന്നു. അദ്ദേഹം ഇന്നലെ വീട്ടിലും ഭയങ്കര വിഷയമായിട്ട് സംസാരിക്കും. നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ സമാധാനിപ്പിക്കുമ്പോൾ ആൾ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമീബിക്കല്ല എൻ്റെ കുട്ടിയെ കൊന്നു എന്നും പറഞ്ഞിട്ട്.